CMRL മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. രാവിലെ 11 മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, വെരി ഗുഡ് ഈവനിങ്. 11 മണിക്ക് എത്താൻ പറഞ്ഞു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എത്തില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. എന്തുകൊണ്ട് എത്തുന്നില്ല എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം അവർ കൊടുത്തോ? ഗുഡ് ഈവനിങ് സുജിയ. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു ഈ CMRL കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പുകളും ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരാകുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ ഇഡി ഉദ്യോഗസ്ഥർക്ക് ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഉദ്യോഗസ്ഥർ ഹാജരാകില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ഉദ്യോഗസ്ഥർ ഹാജരാകില്ലെന്നും അഭിഭാഷകരെ അയക്കാനാണ് സാധ്യത എന്നും നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ അതും ഉണ്ടായിട്ടില്ല. CMRLലെ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ആയിരുന്നു ഇന്ന് ഇഡി വിളിപ്പിച്ചിരുന്നത്. വീണ വിജയന്റെ XROG കമ്പനിയും അതുപോലെ തന്നെ CMRLും തമ്മിൽ നടത്തിയ 1.72 കോടിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ഇഡി ഇന്ന് വിളിപ്പിച്ചിരുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർ ഹാജരാകാത്ത സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് അയച്ചേക്കും. പ്രധാനമായും CMRLന്റെ പ്രധാന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് അയച്ചേക്കും. ഈ ആദായ നികുതി വകുപ്പിന്റെയും അതുപോലെ തന്നെ SFIOയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡി ഈ കേസ് ഏറ്റെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ SFIO അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇഡി കൂടി ഈ കേസിൽ എന്തായാലും അന്വേഷണം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് നോട്ടീസ് അയച്ചേക്കും. അതിനുശേഷമായിരിക്കും വീണ വിജയന്റെ XROGക്കുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുക. സുജയ. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.